10-12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ മനസ്സറിഞ്ഞ് ഞാനൊരു സാധനം ആഗ്രഹിച്ചിട്ടില്ല. കൊതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഗതിയില്ലാത്തതുകൊണ്ട്. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം എൻ്റെ കുഞ്ഞിന്, അല്ലെങ്കിൽ നീ കനിയണം. എന്നിട്ട് കാറ്റ് നോറ്റിരുന്നൊരു ജോലി കിട്ടിയപ്പോൾ അതിന് പോകണ്ടെന്ന്. എന്ത് മര്യാദയുണ്ട് ഈ മനുഷ്യന് ഇത് പറയാനായിട്ട്? പോവണ്ട പോവണ്ട പോവണ്ട, ഞാൻ പോവും. ഒരു കൊച്ചു വളർന്നു വരും, ആ വിചാരം ഉണ്ടോ നിനക്ക്? നീ എന്തെങ്കിലും പറയണ്ടോ കനക? അവള് പറഞ്ഞ ശരിയാണ്. കൊച്ചു വളർന്നു വരെയാണ്, ആവശ്യങ്ങൾ കൂടിക്കൂടി വരും. ഒരു വരവാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടായേ പറ്റുള്ളൂ. കൊച്ച് വളർന്നു വരികയാണ് ആണല്ലോ. അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെളിയാ, ഈ പെൺപിള്ളേർ വളർന്നു വരുന്ന ഈ സമയത്ത് തള്ളന്മാരുടെ നോട്ടം നല്ല പോലെ വേണ്ട പ്രായമാണ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? എവിളന്മാർ ഒരു കാര്യത്തിലും ഉത്തരവാദിത്വവും ഇല്ല, കുഴയായിട്ട് ഒരുമാതിരി എന്താ പറയണത്, പഴക്കേക്ക് പോലെ ആയിപ്പോവും. അതല്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് പോണെന്ന് പറയണത് ശരിയാണോ? അല്ല, അതാളിയും പറഞ്ഞ കറക്റ്റാ. അതാണ്. നീ 2 വഞ്ചിയിൽ കാല് കുത്തുന്ന സ്വഭാവം നിർത്തിട്ടാ കനക. നീ എന്താ അമ്മാവനെ പിടിക്കാണോ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാണ് എന്നെ വിളിച്ചത്. എൻ്റെ അളിയ ഇതെല്ലാം പോട്ട് ഇവള് തൊഴിലുറപ്പിന് പോയപ്പോൾ ഞാൻ എതിര് നിന്നില്ലല്ലോ. അത് പോയെന്താണ്, രാവിലെ പോയിട്ട് വൈകുന്നേരം എത്തും വീട്ടിൽ. പക്ഷെ അതുപോലെയല്ല ഈ ആശുപത്രി പണി. ഇത് നൈറ്റ് കാണും, ഷിഫ്റ്റ് കാണും, ഡേ കാണും, പിന്നെ ഓവർ ടൈം കാണും. അങ്ങനെ വരുമ്പോൾ ഈ പെൺകൊച്ചിൻ്റെ കാര്യം എന്താവും? ആരിതൊക്കെ നോക്കും ഇവളെ? അപ്പൊ അത് മനസ്സിലാക്കണം തള്ളമാര്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് നോക്കാനായിട്ട്. പിന്നെ ഇവിടെ ആൾക്കാരെ നീ ശമ്പളം കൊടുത്ത് നിർത്തിക്കല്ലേ നോക്കാൻ? എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് നാത്തും ജോലിക്ക് പോകണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. നിന്റെ അഭിപ്രായം ഇവിടെ ആരാ ചോദിച്ചത്? എന്റെ കുടുംബകാര്യത്തിൽ കയറി ഒരുപാട് ഇടപെടല്ലേ? ഓ പോവണ്ട. എനിക്കറിയാം നീ എന്താ പറഞ്ഞു പറയണെന്നുള്ളത് കേട്ടോ. എന്താ എന്റെ കുടുംബത്തിലെ കഷ്ടപ്പാട് കൊണ്ടാ ഞാൻ ജോലിക്ക് പോണത്, അല്ലാതെ നിന്നെ പോലെ പത്രാസ് കാണിക്കാനല്ല. ഞാൻ പത്രാസ് കാണിക്കാനെ പറഞ്ഞെങ്കിൽ നാത്തും കൊണ്ടേ കേസ് കൊടുക്കും. കാര്യം ഇവിടെ വിളിച്ചോണ്ട് പോകണ്ടേ? ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അളിയ ഇവിടെ എന്ത് കഷ്ടപ്പാടാനുള്ളത്? സത്യത്തിലുള്ള ഒന്നിനും ഒരു കുറവില്ല. പിന്നെ ഇച്ചിരി പൈസക്ക് കുറവുണ്ട്. അത് ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും, വരാനുണ്ട്. അളിയ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഈ അളിയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അവള് പറഞ്ഞതിൽ ശരിയുണ്ട്. പക്ഷെ അളിയൻ പറഞ്ഞ പോലെ വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഇവിടെ ആകെ പ്രശ്നം എന്തിനാണ്? പൈസക്കാണ്. പൈസക്ക് പൈസ തന്നെ വേണം അളിയ. പൈസയുടെ സ്ഥാനത്ത് വേറെ എന്തുകൊണ്ട് വെച്ചിട്ടും കാര്യമില്ല. മനസ്സിലായല്ലോ അളിയ? ഇതെന്താ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പൈസ എന്ന് പറഞ്ഞാൽ അങ്ങനെ കടന്ന് ചിന്തിക്കല്ലേ. നമ്മുടെ കയ്യിൽ ഉള്ള പൈസക്ക് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അതാണ് വേണ്ടത്. 1 രൂപയുള്ളെങ്കിൽ 1 രൂപയ്ക്ക് നമ്മൾ ജീവിക്കണം. ഇതിൽ കൂടുതൽ എങ്ങനെ ചുരുങ്ങി ജീവിക്കുമല്ലേ? എന്തളിയാ, നമുക്ക് താഴെയുള്ളവരെ നമ്മൾ നോക്കണം. അങ്ങനെ ജീവിക്കണം. ആരോഗ്യം ഉണ്ടല്ലോ. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് കഷ്ടപ്പെടാൻ പറ്റും. നമുക്ക് അസുഖമില്ലല്ലോ. അസുഖമില്ല. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളത് വെച്ച് സൂക്ഷിച്ച് ജീവിക്കണം. ഉള്ളത് എവിടെന്ന് ഇപ്പൊ ആകെ ഇവിടെ പൈസ ഉള്ളത് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ ആളിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആളിനെ രാഷ്ട്രീയത്തിന് ഇറങ്ങുമ്പോ അവിടെ നിന്ന് എന്തെങ്കിലും 1 രൂപ ആളിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? വാങ്ങിക്കൂലേ പാവങ്ങൾ, നമ്മൾ പൊതുജനങ്ങൾ വാങ്ങാൻ. പക്ഷെ ഇവിടെ ഉള്ള 2 പേര് എങ്ങനെ ജീവിക്കും? അല്ല, അത് നമുക്ക് അതെങ്ങനെ ജീവിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ 3 പേര് ഇവിടെ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? വയ്യാത്ത അവള് അവിടെ ഇരുന്ന് മെഷീൻ ചവിട്ടിട്ട്, ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് അവള് തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഈ കുടുംബം നടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇതൊക്കെ പൈസയോടുള്ള ആർത്തി എന്ന് അല്ല, പിന്നെ ജീവിക്കട്ടെ അളിയ, ഒരു വരുമാനം വേണ്ടേ? അല്ലെ, കഞ്ഞി കുടിച്ച് കിടക്കണം നമ്മൾ. കഞ്ഞിക്ക് എവിടെ വേണം? നമുക്ക് 1 രൂപയ്ക്ക് ഇവിടെ അരി കിട്ടുന്നുണ്ട്. ആ 1 രൂപ കിട്ടും. 1 രൂപ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിക്കാൻ പറ്റില്ലേ? നമുക്ക് 1 രൂപ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്തുകൊണ്ട് അവള് പറഞ്ഞ ശരിയുണ്ടെന്ന് പറഞ്ഞാല് അവൾ ഇപ്പോഴും ജോലിക്ക് പോകാൻ തയ്യാറാണ്, അളിയന് ജോലിക്ക് പോകാൻ തയ്യാറല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അളിയൻ ജോലിക്ക് പോകാത്തിടത്തോളം കാലം ഇവിടെ എന്തായാലും പൈസ വന്നേ പറ്റൂ. പൈസക്ക് വേണ്ടി അവൾക്ക് ഇപ്പൊ കിട്ടിയ ജോലിക്ക് അവള് പോകും. അളിയ, ഞാൻ ജോലിക്ക് പോവാത്തതല്ല. നമ്മുടെ ഈ നാടിന്റെ ഒരു സാഹചര്യം വെച്ചിട്ട് എനിക്കൊക്കെ പറ്റിയൊരു ജോലി ഇവിടെ വേണ്ടേ? നമുക്ക് പിന്നെ വേറെ നാട്ടിൽ പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ പൊതുപ്രവർത്തനം വിട്ടിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കണം. എന്നെ പോലെ ഒരാളൊക്കെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിന്നില്ലേ പിന്നെ ആരാ ഇതൊക്കെ ചെയ്യണേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പൊതുപ്രവർത്തനം വിട്ടിട്ടുള്ള പരിപാടിക്ക് ഞാനില്ല. അപ്പൊ അളിയന് വയ്യ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പൊതുപ്രവർത്തനം വിട്ടൊരു പണിക്ക് അളിയനില്ല? അതെങ്ങനെ അളിയാ? എനിക്ക് രാവിലെ ആയി കഴിഞ്ഞാൽ വെള്ളം ഇട്ട് ഇറങ്ങി പൊതുജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തേ പറ്റൂ. അത് വിടാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് രാത്രി പണിക്ക് ഇറങ്ങിയാലോ? ഞാൻ മോഷ്ടിക്കാൻ പോകണമെന്നാണ് നീ പറഞ്ഞു പറഞ്ഞേ? മാന്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ട് രാത്രി ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ നാട്ടില് രാത്രിയാണ് ഏറ്റവും വൃത്തികെട്ട പണികൾ പലതും നടക്കുന്നത്. അത് അളിയ ആ വൃത്തികെട്ട രീതി ചിന്തിച്ചോണ്ടാണ്. ഒരുപാട് നല്ല പണികളുണ്ട് രാത്രി ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ രാത്രി അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നല്ല പണി ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പകൽ നിനക്ക് രാഷ്ട്രീയത്തിൽ പോവാം. അത് അങ്ങനെയാണല്ലോ. രാത്രി നിനക്ക് ഞാൻ ഈ പറഞ്ഞ ജോലിക്കും. ജോലി നോക്കട്ടെ, എന്താണെന്ന് ആദ്യം ജോലിയെ കുറിച്ച് പറ. ശരി. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് സുധാരായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന്
എനിക്ക് സൗകര്യത്തിനുള്ള അല്ലെങ്കിൽ ഞാൻ പറ്റില്ല കേട്ടാ. എന്തിനാണ് അളിയൻ്റെ ഏർപ്പാടുകളൊക്കെ? അല്ല ഇതാകുമ്പോ അളിയന്റെ രക്തത്തിൽ കലർന്ന ആ ജോലി വിടേം വേണ്ട. ഇപ്പൊ ആര് പറഞ്ഞാലും വിടില്ല, അത് പോവില്ല അളിയാ നമ്മളെ ശരീരത്തിൽ നിന്ന്. സുധരേട്ടാ, കനകനാ എല്ലാരും ആ അതെ അതെ അതെ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആളെ കിട്ടുമെന്ന് ചോദിച്ചു. ആ ആളായോ? അത് എന്നെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രമുഖനാണെന്ന് പറയണം. ആ ജോലി ഏത് ജോലിയായാലും ഉണ്ടോ? ആ ശരി ശരി. അപ്പൊ ഏട്ടാ ഞാൻ പറഞ്ഞിട്ട് ഇനി വേറെ ആരെങ്കിലും കൊടുത്താൽ മതിയേ. എൻ്റെ ഒരാളുണ്ട്. ആ ആ ശരി ശരി ശരി. സംഭവം എന്താണ്? എന്താ സംഭവം പറ. ഇത് എൻ്റെ പരിചയത്തിൽ ഒരു സുധാകരേട്ടനുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു സൂപ്പർ മാർക്കറ്റ്, അത് രാത്രി കാലത്ത് ഒരു മേൽനോട്ടം വേണം, ഒരാൾ വേണം അതിന്. കുഴപ്പമില്ല. ഇതാകുമ്പോൾ അളിന് പകല് രാഷ്ട്രീയത്തിലും പങ്കെടുക്കാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് ചോറും കിട്ടി അങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ രാവിലെ തന്നെ വേണമെന്നൊന്നും പറയരുത്. രാവിലെ ഒന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ രാത്രി മാത്രം മതിയല്ലേ? രാത്രി ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. കുറച്ച് ദിവസം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആ ഇതാകുമ്പോഴത്തേക്കേ ഒരു വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ അവർ അടച്ചിട്ട് പോകും. അപ്പൊ പിന്നെ നോക്കാം, ഒരു സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റിയാ? ഞാനാ? സെക്യൂരിറ്റി കേട്ടിട്ടില്ലേ? നീ തമാശ കളിക്കരുത് കേട്ടാ. കളിയാക്കുന്നാടേ. നിനക്ക് പോകാൻ വയ്യേ? ഞാൻ സെക്യൂരിറ്റി പണിക്ക് എങ്ങനെ പോകും? നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ശരി, ഞാൻ ആര്? ശരി. അപ്പൊ അളിയൻ പോട്ടെ. അമ്പിളി കൂടെ ഞാൻ ഇപ്പൊ വിളിക്കാം. രാവിലെ നമുക്ക് ശരിയാക്കിട്ടെ. എവിടെ അവള് പോട്ട്? എവിടെ പോകും? അവളെ എങ്ങും പോകില്ല. അതൊക്കെ പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ നീ പോ? ഞാൻ എന്റെ കനക ഇതേ ശരിയാവുള്ളൂ, ഞാൻ പൊക്കോളാം. ഇല്ലില്ല. അല്ല അളിയന്റെ ഒരു ഇത് സ്റ്റാറ്റസിന് ഒരു വിഷയം ചേരൂല. സെക്യൂരിറ്റി പണി ചേരൂലേ? ഒരു കാര്യം, അവള് പോട്ടെ. അവള് പണി ചേരൂല നീ അങ്ങനെ അങ്ങ് പറഞ്ഞ അങ്ങനെ. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഇങ്ങനെ ചെയ്യാത്ത പണിയൊന്നുമല്ലല്ലോ. സംഗതി അതല്ല. നിന്റെ പരിചയമുള്ള ഒരു സ്ഥാപനത്തിൽ ഞാൻ പോയി സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ നിന്റെ വിലയ്ക്കും പ്രശ്നങ്ങൾക്കാണ് അത് കുഴപ്പം. അല്ലെ ശരീരം ഇറങ്ങി ഒരു പണി എടുക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. മാന്യമായ ഒരു തൊഴിലാണിത്. എന്നാലും അളി അത് നിന്റെ പരിചയമുള്ള ഇത് പൊക്കോളാം. ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. അല്ല, ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ആ ഞാൻ പോകും. അൻസാറേ എവിടെ? കോട്ടൺ സ്കൂളിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു വാ. ഒരു 100 മീറ്റർ അത്രയില്ല, ഒരു 50 മീറ്റർ മുന്നോട്ട് വാ. നടന്നു വാ. ആ ഒരു ബേക്കറിയൊക്കെ ഉണ്ട്. അവിടെ ആയാ? വലത് സൈഡിലാണ്. മുന്നോട്ട് വന്നാ വലത് സൈഡ്. ഇത് പറഞ്ഞ അറിഞ്ഞൂടെ? ഈ കട പറഞ്ഞത് അറിഞ്ഞൂടെ? അത് പറഞ്ഞാ ഇത്ര നല്ലതായ ഞാൻ ജീവനോടെ ഇരിക്കല്ലേ. എന്തിനു സങ്കടപ്പെടണ? ഇത് എന്തോന്ന് വേഷമളിയത്? കളിയാ, ജീവിക്കാൻ വേണ്ടി നമ്മൾ പല വേഷവും കെട്ടേണ്ടി വരും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെ പോയിട്ട് വരണം? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയാലെയാ, തല്ലിപ്പൊളി പടം. ഇവന്റെ അടുത്ത് പറഞ്ഞാ പോണ്ടാന്ന്. അത് ശരി. പിന്നെ എടേ നടരാജ, നീ വിഷമിക്കല്ലേ. വേണ്ട, ഞാൻ ഈ ജോലിക്ക് വന്ന ഇത് രാത്രി. പകലുള്ള പരിപാടിയെല്ലാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കണതാണ്. അതൊന്നും വിട്ടിട്ട് നേതാവ് ഒരു പരിപാടിക്കും ഇല്ല. നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടാ. വിഷമിക്കാതെ ഒന്ന് ചിരിയിടാ നടരാജ. ഇവന്റെ വിഷമം കണ്ട അതല്ല അളിയാ, അളിയൻ ജോലിക്ക് പോകാൻ പിന്നെ ഞങ്ങളും ജോലിക്ക് പോകണ്ടേ അളിയാ? എടേ, നിങ്ങളുടെ ജീവിത സാഹചര്യം അല്ലല്ലോ എൻ്റെ ജീവിത സാഹചര്യം. ഞാൻ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളല്ലേ. വീട്ടിലെ തങ്കം, പിന്നെ തക്കളിമോളെ പഠിത്തം, അവളുടെ കാര്യങ്ങൾ, പിന്നെ അമ്മാവൻ, പിന്നെ അളിയൻ്റെ ഭാര്യ, എല്ലാം കൂടെ ആകെ ഒരുപാട് പ്രശ്നങ്ങളാണ് അളിയൻ. അല്ല, അളിയനും അമ്മാവനും ഒക്കെ അളിയനാണ് ചെലവിന് കൊടുക്കുന്നത്? ചെലവിൻ്റെ കാര്യം പോട്ടടേ, അതല്ലെന്നേ. അവരെയൊക്കെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ചില സമയം ഇങ്ങനെ വളഞ്ഞു നിന്നു പോകും. അത് വിട്, ആ വിഷയം വിട്. നിങ്ങളിപ്പോൾ അതൊന്ന് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ചെല്ലെന്നാ, നാളത്തെ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോ. ഇല്ല അളിയാ, ഞങ്ങൾ ഇന്ന് അളിയൻ്റെ കൂടെ ഇവിടെ ഇരിക്കുക അളിയാ. എന്തിന്? ഒരു കൂട്ടമില്ല അളിയൻ. എടേ, ഞാൻ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാവാണ്. നോക്കണേ, എനിക്ക് ഈ കടയെന്ന് പറയുന്നത് ഒന്നുമല്ല, നിസ്സാരമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വേണം. ഇത് എനിക്ക് ഒറ്റയ്ക്ക് നോക്കാനുള്ള കാര്യമില്ല. നിങ്ങൾ പോക്ക്. നിങ്ങൾ പോട്ടാളിയാ പോവാൻ സാറേ. ഇങ്ങനെ കളഞ്ഞിട്ട് ഒരു
ഇതൊന്നൊന്നുമല്ല എഴുപോ പോട്ടെ. ഞാൻ രാവിലെ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടങ്ങ് വന്നോളാം മീറ്റിങ്ങിന്. അവിടെ NSS ഹാളിലാണ് കേട്ടോ മീറ്റിംഗ്, മറക്കല്ലേ. അളി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം 12 മണിക്ക് എത്തും. ശരി ശരി ശരി. വാടാ, പോ പോ വാ. ഹലോ, അതെ, ആ പറഞ്ഞു ഏട്ടാ. ഉറക്കവാ? എന്താ? അല്ല, എന്താ കാര്യം? എന്താ?